ജീവിതം വഴിമുട്ടി നിൽക്കുന്ന വിഷമിക്കുന്ന മക്കളോട് കർത്താവ് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അവൻ ഒരിക്കലും നിങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. കാരണം നിങ്ങൾ എൻ്റെ മക്കളാണ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുക. നിന്റെ ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ക്രൂശിക്കപ്പെട്ടവൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെയോ എൻ്റെ പ്രവൃത്തികൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വിശ്വാസമില്ലാതെ ഇരിക്കുകയില്ല. കർത്താവിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ചെങ്കടലിൻ്റെ വഴി വെട്ടിയവൻ പറയുന്നു, കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇനി സംസാരിക്കും. നിങ്ങളുടെ പാപപരിഹാരമായ ദൈവം ഇന്നലെകളെ ഓർക്കാത്തവനാണ്. ഇന്ന് നീ ആരായിരിക്കണം? ജനങ്ങളെ നീ പേടിക്കരുത്, നിത്യനായവനെ പേടിക്കുന്നവനാകണം. അവനിൽ ആശ്രയം വയ്ക്കുന്നവനായിരിക്കണം. കാരണം അവനാണ് നിങ്ങളുടെ ബലവും ശക്തിയും തുണയും. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ശൂന്യമാണ്. നിങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അവൻ്റെ സാമീപ്യം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ജീവിതം പുഷ്പിക്കുകയുള്ളൂ. നമുക്ക് യേശുവിനെ കൂട്ടിപ്പിടിക്കാം. നമ്മുടെ വേദനയിലും സന്തോഷത്തിലും നമുക്ക് അവനെ കരങ്ങൾ പിടിക്കാം. ആമേൻ.